ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് സർജറി റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. സർജറി എൻഡ് പോസ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ബ്രഷ് ചെയ്ത് സ്മൂത്തി ഉണ്ടാക്കി അത് കുടിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ എൻ്റെ ഹൈ പ്രോട്ടീൻ സ്മൂത്തി, ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റിയില്ല, എന്നാലും ഹൈ പ്രോട്ടീൻ സ്മൂത്തീൻ്റെ റെസിപ്പി ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. റെക്കോർഡ് ഞാൻ രാവിലെ തന്നെ ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പോയിട്ട് എൻഡ് പോസ്റ്റിംഗ് എഴുതണം. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഓണറിന്റെ വീട്ടിലാണ് പാല് വെക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈ പ്രോട്ടീൻ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓണറിന്റെ വീട്ടിലോട്ട് വന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചീനെ പരിചയപ്പെടുത്തി തരാം. ഒരു ഹായ് പറയൂ. ഹായ്, ഇതാണ് അപ്പൊ നമ്മുടെ അമ്മച്ചി നമുക്ക് പാലെടുത്ത് കൊണ്ടുവരും. അപ്പൊ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഡേറ്റ്സ് എൻ്റെ കയ്യിൽ തീരുന്നു. അപ്പൊ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡേറ്റ്സ് വേണമായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ ഡേറ്റ്സ് തീർന്നു. അപ്പൊ ഇപ്പൊ ഉള്ളത് ആൽമണ്ട്സും ഉണ്ട്, കാഷ്യൂ ഉണ്ട്. ഇത് നേരെ ഇതിനകത്ത് ഇടുക. ഇത് ആദ്യം എന്തിനാ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് മിക്സ് ആയിട്ട് വരാനാണ്, അല്ലെങ്കിൽ ഇത് ഗ്രൈൻഡ് ആവാതെ കിടക്കും. ഇന്നാണെങ്കിൽ ഒന്നും റെഡിയല്ല, കാരണം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് പാൽ ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഇപ്പം നമ്മൾ കണ്ടോ നട്ട്സൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് 2 ടീസ്പൂൺ പീനട്ട് ബട്ടർ, ഒരു 5 ടീസ്പൂൺ ഓട്സ്, പിന്നെ ഇതാ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നേന്ത്രപ്പഴം എന്നാണ് ഞങ്ങൾ പറയുന്നത്, നേന്ത്രപ്പഴം കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഞാൻ മസിൽ ടെക്കിന്റെ വേ പ്രോട്ടീൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇതോടെ ഒരു സ്കൂപ്പ് ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് 7:25 അതായത് എനിക്ക് 8 മണിക്ക് എത്തണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഞാൻ സ്മൂത്തി കുടിച്ചോണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വിചാരിച്ച. ഇന്ന് കാര്യമായിട്ട് റെഡി ആവലൊന്നുമില്ല. ഇന്ന് ജസ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് വെച്ചാണ്. അതിനകത്ത് സൺസ്ക്രീൻ കൈൻഡ് ഓഫ് തീർന്നു തോന്നുന്നു. തീർന്നു എന്ന് വിചാരിച്ച് എടുത്തപ്പോൾ കുറേ എടുത്തുപോയി. ഞാൻ നെക്കിൽ തേക്കാൻ മറന്നു പോയി. ഞാൻ ഈ മൂക്കുത്തി ഇപ്പം ഇട്ടതാണ്ടോ, അതുകൊണ്ട് ഇത് തട്ടുമ്പോൾ ഭയങ്കര വേദനയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡിലോട്ട് നിൽക്കുന്ന. പക്ഷെ നിങ്ങൾ സൺസ്ക്രീൻ ഇടുമ്പോൾ ഫുള്ള് സ്പ്രെഡ് ആക്കിയിട്ട് ഇടാൻ നോക്കുക. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സ്പീക്കർ എൻ്റെ അമ്മ കൊണ്ടുപോയി, എൻ്റെ മൈക്ക് എൻ്റെ അമ്മ കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഓഡിയോ എത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ മാക്സിമം ക്ലിയർ ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ തേച്ചു. എക്സാം കൂടെ ആയതുകൊണ്ട് ഇന്ന് അത്ര റെഡി ആവാനൊന്നും പറ്റില്ല. ആകെ സൺസ്ക്രീൻ തേക്കാൻ മാത്രമേ പറ്റാത്തയ. അതിനകത്ത് ഫസ്റ്റ് സർജറീൻ്റെ ക്ലിനിക്കൽ ആയിട്ടുള്ള ബുക്ക് എസ്റ്റാസ് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ഷോർട്ട് നോട്ട്സ് എഴുതുന്ന ബുക്ക് എടുത്ത് വെച്ചു. പിന്നെ സർജറി ലോഗ് ബുക്ക് ആൻഡ് സർജറി റെക്കോർഡിംഗ് എക്സാം വേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെറ്റ് ആൻഡ് ടേപ്പ് ഇതൊക്കെ ഞാൻ വൃത്തിക്ക് വെച്ചിട്ടില്ല, ടൈമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ അവിടെ പോയി റെഡിയാക്കും. അത് രണ്ടും എടുത്ത് വെച്ചു. പിന്നെ പെന്ന്, പെൻസിൽ ആൻഡ് സ്കെയിൽ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ വേ പ്രോട്ടീൻ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ ബോട്ടിൽ. അതുകൂടെ പാക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇച്ചിരി ലീക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ വെക്കുന്നത്. എനിക്കാണ് നിങ്ങൾക്ക് 2 പേരെ കാണിച്ചു തരാനുണ്ട്. 2 പേരെ ഞാൻ പോകുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ കാണിച്ചു തരാം. ഹായ്. അപ്പൊ ഇതാണ് പപ്പി, വെള്ളയാണ് പപ്പി. മറ്റേതാണ് അതിന്റെ കുട്ടി സ്കൂബിനെ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അപ്പം ഇവർ 2 പേരും ഞാൻ പോണെ നോക്കിയിരിക്കുകയാണ്. എല്ലാരും കണ്ടാൽ കുറയ്ക്കും കേട്ടോ, പക്ഷെ ഇപ്പൊ എന്നെ കണ്ടപ്പോ പരിചയമായി. അപ്പൊ ആദ്യം നമുക്ക് 8 to 9 ക്ലാസ് ആയിരുന്നു. 8 to 9 ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കാഫേയിൽ
രാവിലെ തന്നെ ഞങ്ങൾക്ക് 8 to 9 ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ 8 to 9 ക്ലാസ്സിന് മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവക്ക് കൂട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ് കേരള, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ലിയാന ഖാലിദ്. അപ്പോൾ ഇവള് കോഫി കുടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മിസ് കേരള പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു, എൻ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, 9 to 12 ആണ്. പക്ഷെ അത് വല്ലാണ്ട് നീണ്ടുപോയിട്ടോ. ഇത് ഞങ്ങൾ വൈവയ്ക്ക് റെഡി ആയിട്ട് ഇരിക്കുവാണ്. 9 to 12 എന്നുള്ളത് 9 to ഓൾമോസ്റ്റ് 1:30 വരെ പോയിട്ടോ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല. അപ്പം ഞാൻ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ തീരെ സമയം കിട്ടിയില്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1:30 തന്നെ അടുത്ത ക്ലാസ് വെക്കുകയും ചെയ്തു. ഞാൻ ആ ടെൻഷനിൽ ഇരിക്കുകയാണ് കേട്ടോ. വിശപ്പ് വന്നാൽ ഞാനല്ലാതെ മാറും. അപ്പം വിചാരിച്ച് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വയറ് നിറയ്ക്കാമെന്ന്. അങ്ങനെ ക്ലാസ്സിലെത്തിയപ്പോൾ പിന്നെ ഒരു പഫ് കോണും, അടുത്ത പീരീഡ് ഒരു 2 മണിക്ക് പഫ് കോൺ കഴിച്ച്, തൽക്കാലത്തേക്ക് ഒരു പഫ് കോണും പിന്നെ ഒരു ട്രോപ്പിക്കാനോ കഴിച്ചു. ആൻഡ് അത് തീരെ വയറ് നിറഞ്ഞില്ല കേട്ടോ. ഇത് ഞാനാണ്, എനിക്ക് വിശപ്പ് മാറാതെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയും 4 മണിയായിട്ട് പോകുന്നപ്പം ഇത് നമ്മളിങ്ങനെ സെമിനാർ എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. 2 to 3, 3 to 4 ഒക്കെ ഈ DAOP STD എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ കോളേജിൽ അങ്ങനെ സെഷൻസ് കാണും. മിക്കവാറും നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നേക്കാളും നമ്മൾ സെമിനാറാണ് കേട്ടോ എടുക്കുക. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സെഷനായിരുന്നു. പിന്നെ ഇതാണേൽ സെഷൻ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലാപ്പ് അടിച്ചിട്ട് അവർ അടിപൊളിയാന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഇങ്ങനെ ഒരാൾ ഭയങ്കരമായിട്ട് ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വൈകിട്ട് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് എൻ്റെ കൊറിയർ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. എനിക്കപ്പോൾ പിസ്സ കഴിക്കാൻ വേണ്ടി കൊതിയായിട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലത്ത് പോയി. അവിടെ കൊല്ലത്ത് ഡൊമിനോസിലാണ് കയറിയതാണെങ്കിൽ ഭയങ്കര ചൂട്, വിശപ്പ് തന്നെ കഴിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിരുന്നേ. അപ്പോൾ ഗൈസ് നമ്മൾ പിസ്സ കഴിച്ച് വന്നു. ഇനി നമ്മൾ പാസ്ത കുക്ക് ചെയ്യാൻ പോവാണ്. ചീസി ടൊമാറ്റോ പാസ്തയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഞാൻ ഇത്രയായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഒരു മെഡിക്കോൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതിനേക്കാളും ക്യാവൽസ് നിറഞ്ഞിട്ടുള്ളതായിരിക്കും മിക്ക ദിവസവും. അപ്പം നിങ്ങൾക്കിത് മോട്ടിവേഷണൽ ആയെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഞാൻ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാം. ടാറ്റാ. ഹലോ ഗൈസ്, അപ്പം ഇത്രയായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഒരു മെഡിക്കോൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതിനേക്കാളും ക്യാവൽസ് നിറഞ്ഞിട്ടുള്ളതായിരിക്കും മിക്ക ദിവസവും. അപ്പം നിങ്ങൾക്കിത് മോട്ടിവേഷണൽ ആയെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഞാൻ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാം. ടാറ്റാ.